ന്യൂസ് പ്ലസ് തുടരുകയാണ്. തിരുവനന്തപുരം മാറിനല്ലൂരിൽ 2.5 വയസ്സുകാരി അംഗൻവാടി ടീച്ചർ മർദ്ദിച്ചതായി പരാതി. അധ്യാപിക കുട്ടിയുടെ മുഖത്തടിച്ചെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. പരാതിക്ക് പിന്നാലെ പറമ്പിക്കോണം അംഗൻവാടിയിലെ പുഷ്പകലയെ സസ്പെൻഡ് ചെയ്തു. പറമ്പിക്കോണം സ്വദേശികളായ പ്രവീൺ നാൻസി ദമ്പതികളുടെ കുഞ്ഞിന് അംഗനവാടി ടീച്ചറുടെ മർദ്ദനമേറ്റെന്നാണ് പരാതി. ഇന്നലെ വൈകിട്ട് അംഗനവാടിയിൽ നിന്ന് തിരിച്ചെത്തിയ കുഞ്ഞ് നിർത്താതെ കരഞ്ഞപ്പോഴാണ് മുഖത്തെ പാടുകൾ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചേട്ടത്തി കയ്യിലെടുത്ത് ചെറുപ്പം തന്നെ ചേട്ടത്തി മടി കൂടെ കുഴഞ്ഞു വീഴുന്നു, എഴിക്കുന്നില്ല, തട്ടിയിട്ടൊന്നും അനക്കയില്ല, കണ്ണൊരുമാതിരി അടച്ചങ്ങനെ തന്നെ അങ്ങനെ തട്ടി വന്നപ്പോഴാണ് ഈ പാട് കണ്ടത്. അപ്പോൾ സ്പോട്ടിൽ തന്നെ ടീച്ചറിനെ വിളിച്ചപ്പോൾ ടീച്ചർ ഫോൺ എടുക്കുന്നില്ല. നേരെ ആയയെ വിളിച്ചു. അപ്പോൾ ആയ ലീവാണെന്ന് പറഞ്ഞു. അങ്ങനെ ആശാ വർക്കറിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ വീട്ടിൽ പോയപ്പം ആശാ വർക്കർ വിളിച്ചപ്പം ടീച്ചർ ഫോൺ എടുത്ത് ഈ കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞും ഈ ചേട്ടൻ്റെ കുഞ്ഞും കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ടീച്ചർ അടിച്ചെന്നാണ് കുഞ്ഞുങ്ങൾ പറയണത്. തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചപ്പോൾ ആശുപത്രി അധികൃതർ പോലീസിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലും പരാതി നൽകി. പിന്നാലെ പ്രാഥമികാന്വേഷണത്തിന്റെ ഭാഗമായി ടീച്ചർ പുഷ്പകലയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സസ്പെൻഡ് ചെയ്തു. അധ്യാപികയ്ക്കെതിരെ കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ചെവിക്ക് സാരമായി പരിക്കേറ്റ കുഞ്ഞിനെ തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പേടി കാരണം കുഞ്ഞ് അംഗൻവാടിയിൽ പോകുന്നില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.